ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇഗ്നോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക, അതേപോലെ പഠിച്ചിട്ട് കുറച്ച് ദിവസം പഠിച്ചിട്ട് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഞാൻ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് 2 കുട്ടികളുണ്ട്. ചെറുതിന് 1 വയസ്സ് പോലും ആയിട്ടില്ല കേട്ടോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ബുക്സൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം അത്രയും കട്ടുള്ള ബുക്സ്, ഇതൊക്കെ എങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കുട്ടി ഉണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പഠിക്കാനൊന്നും പറ്റില്ല, ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങണം, എന്നാലേ പാസ്സാവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡായിരുന്നു. എനിക്ക് ഒരുപാട് മാർക്ക് വേണമെന്നും പണ്ടേ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. എനിക്ക് ജസ്റ്റ് പാസ്സായി പോയാൽ മതി. കാരണം എനിക്ക് അതിന് മെനക്കെടാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ്. പക്ഷേ ഈ ബുക്സ് കണ്ട് പേടിച്ചിട്ട് ഞാൻ എന്താട്ടി, തുടക്കം മുതലേ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നോട്ട്സും ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് കുറച്ചായപ്പോൾ എനിക്ക് ചടക്കാൻ തുടങ്ങി. കാരണം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി വന്നു കേട്ടോ, ഫ്ലോ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ എനിക്ക് പഠിക്കാൻ പിന്നെ മടിയായി. കാരണം ഇത് പഠിച്ച് വരുമ്പോഴത്തെ ഒരു 10 ചാപ്റ്ററൊക്കെ ആകുമ്പോഴത്തേന് ഫസ്റ്റ് ഉള്ളത് എന്താ പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മ കിട്ടുന്നില്ല. വീണ്ടും പോയി നോക്കണം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ എനിക്ക് മൊത്തത്തിൽ ചടച്ച് ഞാൻ അത് പഠിച്ചു തീരൂലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം. അങ്ങനെ മടി പിടിച്ചിരുന്ന് എക്സാമിൻ്റെ ടൈം ടേബിൾ എത്തുന്നവരെ, ടൈം ടേബിൾ വന്ന് ഹോൾ ടിക്കറ്റ് വന്ന് അങ്ങനത്തൊക്കെ വന്ന് അപ്പോഴാണ് എനിക്കത് എങ്ങനെയെങ്കിലും പഠിച്ച് തീരണമല്ലോ, ഞാൻ എന്തായാലും ചേർന്നല്ലോ, ഇനി പാസ്സാവണം എന്നുള്ളൊരു മൈൻഡുണ്ട്. അപ്പോൾ എങ്ങനെ പാസ്സാവുമെന്ന് ആലോചിച്ച് കുറേ ഇരുന്ന് ടെൻഷൻ അടിച്ച്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിപ്പോൾ എക്സാമിന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആക്കാനും ചോദിക്കുക, അവിടെ നിന്ന് ആക്കാനും ചോദിക്കുക. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് നോക്കാം. അങ്ങനെ ഞാനൊരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി. അപ്പോൾ നോക്കുമ്പോഴാണ് ഒരു 5-6 ചാപ്റ്റർ എന്നൊക്കെയാണ് എല്ലാ വർഷവും തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ PGൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതുവരെ എഴുതി മാറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അതിന് 20 മാർക്കൊക്കെ ഒരു ക്വസ്റ്റ്യന് വരിക. അപ്പോൾ കുറച്ച് പഠിച്ചാൽ മതി. ശരിക്കും ഭയങ്കര സിമ്പിളാണ് ഇഗ്നോയിൽ പാസ്സാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇത് ഏത് ചാപ്റ്ററിനാണ് വന്നതെന്ന് ആ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ എഴുതി വെച്ച്. പിന്നെ അടുത്ത വർഷത്തെ നോക്കി. അപ്പോൾ നോക്കുമ്പോഴും സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ വന്നത്. ഇതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നതെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ട് ആ ചാപ്റ്റർ നോക്കുമ്പോൾ ഒരു 5-6 ചാപ്റ്റർ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചാപ്റ്ററുകൾ മാത്രം പഠിച്ചു തന്നു. അങ്ങനെ ഞാൻ 2 സബ്ജക്റ്റ് പഠിച്ച് തീർത്ത് എക്സാമിന് പോയിട്ട് നല്ല മാർക്ക് എനിക്ക് കിട്ടിട്ടോ. പിന്നെ അടുത്ത സബ്ജക്റ്റ് ആയപ്പോൾ ഞാൻ വെച്ചു ഈസി ആണല്ലോ, 2 സബ്ജക്റ്റ് കുറച്ച് പാടല്ലേ ഉള്ളൂ പഠിക്കാൻ, ഇനിയിപ്പത്തിന് ഇതാണ് തലേന്നൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡായിട്ടിരുന്നു. മടി പിടിച്ചതാണ് സത്യം. അങ്ങനെ ഞാൻ തലേന്ന് നോക്കി, അപ്പം എനിക്ക് ടൈം കിട്ടിയില്ല. അങ്ങനെ ഞാൻ 2 ചാപ്റ്റർ നോക്കിയിട്ട് എക്സാമിന് പോയി. അങ്ങനെ എനിക്ക് പിന്നെ ഞാൻ പൊട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോണത് എക്സാമിന്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് നോക്കുമ്പോൾ ഞാൻ പഠിച്ച ഈ 2 ചാപ്റ്ററിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വരും. ഞാൻ അതിങ്ങോട്ട് എഴുതി. അപ്പോൾ എന്താ പറയുക, ഉള്ളത് എനിക്ക് മനസ്സിലായി. 40 മാർക്ക് കിട്ടി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പാസ്സാവുകയാരം. 2 ക്വസ്റ്റ്യൻസ് ഞാൻ എന്താട്ടി അതന്നെ ഞാൻ ഫുൾ മറന്നു പോയിട്ടോ കേസ്. അങ്ങനെ 2 ചാപ്റ്ററിൽ നിന്ന് വന്ന ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഉത്തരം എഴുതി. വെറുതെ ഉത്തരം എഴുതിയെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉത്തരം എഴുതി. പഠിച്ചത് ഞാൻ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേ എഴുതി, കുറച്ച് അധികം പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ എക്സാം കഴിയുമ്പോൾ ഞാൻ ആ 2 എണ്ണത്തിന് ഉത്തരം എഴുതിയിരുന്നു. പിന്നെ അറിയാത്തൊന്നുണ്ട്, ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് തെറ്റാവോ എന്നറിയില്ല, അതങ്ങോട്ട് എഴുതി. അങ്ങോട്ട് ഞാൻ പാസ്സായി. അതാണ് കോമഡി. അപ്പം ഞാൻ എഴുതിയ ഉത്തരത്തിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അല്ലെങ്കിൽ പാസ്സാവുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ആരും എൻ്റെ പോലെ ചെയ്യരുത്. കുറച്ചേ ഉള്ളൂ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ തലേ ദിവസത്തോട്ട് മാറ്റി വെക്കരുത്. ഒരു 5-10 ഒരു 15 ദിവസം മുന്നേ നോക്കിക്കോളൂ. അപ്പോൾ നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റും. ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. നമ്മൾ ചെറുങ്ങനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓവറായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടണ്ട. ഓക്കെ,
സ്മാർട്ടായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും, ഹാർഡ് വർക്ക് വേണ്ട, അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻറ്റ്സ്, ആദ്യം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ നോക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് ഉത്തരം എഴുതുമ്പോൾ അത്യാവശ്യം ഒരുപാട് എഴുതാൻ നോക്കുക. സ്ലോ ആയിട്ടൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളെ എഴുത്തൊന്ന് സ്പീഡാക്കാൻ നോക്കുക. പിന്നെ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര കുഞ്ഞായിട്ട് എഴുതും, വായിക്കാനേ കിട്ടൂലത്, കണ്ടാൽ തന്നെ വായിക്കാനുള്ള മൂഡ് പോകും. അങ്ങനെ ആവരുത്, ഒരുമാതിരി ഇങ്ങനെ കുഴിച്ച് അങ്ങനെ എഴുതുക. കുറച്ച് വൃത്തിക്ക് നീറ്റായിട്ട് എഴുതുന്നത്, നീറ്റായിട്ട് എഴുതാൻ നോക്കുക. അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിൽ എഴുതുക, പറ്റങ്ങനെ ലെൻസ് വെച്ച് നോക്കേണ്ട അവസ്ഥയിലൊന്നും എഴുതി വെക്കാതിരിക്കുക. പിന്നെ ആദ്യം തന്നെ പൊട്ടത്തരം കൊണ്ട് എഴുതാതിരിക്കുക. നമുക്ക് നല്ല ഉറപ്പുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഫസ്റ്റ് എഴുതുക. ലാസ്റ്റിക്ക് നമുക്ക് ഡൗട്ടുള്ളതും തെറ്റാന്ന് തോന്നണതും ഒക്കെ എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അനുഭവം. നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോസും നിങ്ങളിലോട്ട് എത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.